ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അതെ ഒരു ദിവസം 2 നോമിനേഷൻ 2 രീതിയിൽ എത്ര പേരായിരിക്കും ഔട്ടാവുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ. എന്തായാലും മിഡ് വീക്കിൽ 2 പേര് ഔട്ടാവും. വോട്ടിങ്ങിലൂടെ എത്ര പേര് ഔട്ടാവും? 1 2 3 എത്ര പേര് ഔട്ടാവും? ഇനി ഈ ഔട്ടാവുന്നവരെ കണക്കാക്കി വൈൽഡ് കാർഡ് കയറി വരുമോ, അല്ലെങ്കിൽ ഈ പോയവരിന്ന് റീ എൻട്രി ഉണ്ടാവുമോ? ആൾക്കാരെല്ലാം കമന്റ് ബോക്സിൽ കിടന്ന് ഇത് തന്നെയാണ് പറയുന്നത്. ഇന്ന് റാങ്കിങ് ടാസ്ക് ശരിക്കും പറഞ്ഞ അവർ കളഞ്ഞു കുളിച്ചോ, അതോ അനീഷിന് അവർ തോറ്റു കൊടുക്കാതിരുന്ന നന്നായോ, അല്ലെങ്കിൽ ഈ 1000 പോയിന്റ് അവർക്ക് അനീഷിനെ വെച്ച് ഉപയോഗിച്ച് അവിടെ പണിപ്പുരയ്ക്കകത്ത് കൊണ്ടുപോയിട്ട് ഈ 1000 പോയിന്റ് യൂസ് ചെയ്യുന്നതായിരുന്നോ ഇവർ ചെയ്യേണ്ടിയിരുന്നത്? പ്രേക്ഷകർ തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കെല്ലാം ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇന്ന് ഭയങ്കരമായ ഒരു ദിവസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും ഓരോ ട്വിസ്റ്റുകളാണ് സീസൺ 7 വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഭയങ്കരമായ രീതിയിലൊരു മാറ്റം ഉണ്ടായതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ ട്വിസ്റ്റുകളും പിന്നെ ഭയങ്കര സീരിയസ് ആയി അങ്ങനെ കൂടുതൽ, അതായത് നമ്മൾ വരുമ്പോഴത്തേക്കും ഒരു പാട്ടും കൂത്ത് അതൊന്നുമല്ല, ഫുൾ ഫോക്കസ് ഗെയിമിലേക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പം രേണു സുധി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് വയ്യാന്നുള്ളത് അല്ലേ. ഇപ്പം നടന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. ഓൾറെഡി നമുക്ക് മിഡ് വീക്ക് എവിക്ഷൻ വരാൻ പോണെന്നാണ് അറിഞ്ഞത്. ചൊവ്വ തൊട്ട് വ്യാഴാഴ്ച വരെ 2 പേര് പുറത്താവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വോട്ടിങ്ങിലൂടെ അല്ല, അവർ ചെയ്യുന്ന ടാസ്കിൽ അവർ തോറ്റാൽ അവർ പുറത്തു പോകും. അത് തെരഞ്ഞെടുത്തത് വീട്ടുകാർ തന്നെയാണ്. 6 പേരെ തെരഞ്ഞെടുത്തത്. സ്പീച്ചൊക്കെ കേട്ടിട്ട് തെരഞ്ഞെടുക്കുന്നതെന്നൊക്കെ പറയുന്നു. പക്ഷെ ചുമ്മാ അവരാദ്യം നോമിനേഷൻ എന്ന് വിചാരിച്ച് തന്നെ അങ്ങ് വോട്ട് ചെയ്തതാണ്. അവർക്ക് ഇവിടെ നിന്ന് പുറത്ത് പോകണം എന്ന് വിചാരിച്ച ആൾക്കാരെ തന്നെയാണ് അവർ വോട്ട് ചെയ്തത്. സ്പീച്ച് ഒന്നും അല്ല അവർ വോട്ട് ചെയ്തത്. അങ്ങനെ അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ അവർക്കും ഒരു ട്വിസ്റ്റായി പോയി. ഇനിയും ഒരു നോമിനേഷൻ ഉണ്ടാവുമെന്ന് അവർ വിചാരിച്ചില്ല. അങ്ങനെ 6 പേര് മിഡ് വീക്ക് എവിക്ഷനിൽ പോകാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഇതിൽ നിന്ന് 2 പേര് പോകും എന്ന് ഉറപ്പിക്കുന്ന 6 പേരാണ് അനീഷ്, ഒനീൽ, രേണു, അതേപോലെ സരിക, റെനു, അതേപോലെ തന്നെ റെന, അതേപോലെ ശാരിക. ഇത്രയും പേരിൽ നിന്നാണ് 2 പേര് പോകാൻ പോകുന്നത്. അതും ഒരു ടാസ്ക് വഴിയാണ്. അപ്പൊ നാളെ നമുക്ക് അല്ലെങ്കിൽ പ്രൊമോയിൽ അറിയാൻ പറ്റും എന്താണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്ന ടാസ്ക് എന്നുള്ളത്. ഇതിനകത്ത് രേണു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് താല്പര്യമില്ല, എനിക്ക് പോയാൽ മതി എന്നാണ് രേണു പറയുന്നത്. സോ അപ്പൊ എന്തിനാണ് താല്പര്യമുള്ള ആൾക്കാരെ അവിടെ നിന്ന് വിടുന്നത്? താല്പര്യം ഇല്ലാത്തവർ പോട്ടെ, അതല്ലേ നല്ലത്. പുള്ളിക്കാരിയെ പിടിച്ച് അവിടെ നിർത്തിയിട്ട് വെറുതെ ബാക്കിയുള്ളവരുടെ സമയം കളയേണ്ടതോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസരം കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ രേണു ഓൾറെഡി ഇന്ന് പറഞ്ഞു കഴിഞ്ഞു പുള്ളിക്കാരിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. ഞാൻ പറഞ്ഞായിരുന്നില്ലേ രേണുവിന് ഞാൻ ഹെൽത്തിൻ്റെ കാര്യത്തിലാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായത്. കാര്യം ഭയങ്കര വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ പുള്ളിക്കാർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഡൗട്ട്. സോ അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് രേണുവിന് അവിടെ പറ്റുന്നില്ല. സോ രേണു ഇനി തോറ്റു കൊടുക്കോ ഇല്ലയോ എന്ന് കണ്ടറിയാം. രേണു ആണോ ഔട്ടാ മിഡ് വീക്കിൽ പോകണമെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ. എല്ലാം ടാസ്കിലൂടെയാണ് നടക്കാൻ പോകുന്നത് ഈ മിഡ് വീക്ക് എവിക്ഷൻ. ഇനി അടുത്ത് അവർ വിചാരിച്ചു മിഡ് വീക്ക് നമ്മൾ നോമിനേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ പേടിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇടുത്തി പോലെ നോമിനേഷൻസ് വന്നു പെട്ടത് തലയിൽ. അതും ഈ 6 പേരെ നോമിനേറ്റും ചെയ്യാൻ പാടില്ല, പണി കിട്ടിയില്ലേ. അപ്പോൾ ബാക്കിയുള്ള വീട്ടിലുള്ള സകലമാന ആൾക്കാർ നോമിനേറ്റഡ് ആയിട്ടുണ്ട്. 11 പേരാണ് നോമിനേറ്റഡ് ആയത്. അതിൽ അഭിലാഷ് മാത്രമേ ഉള്ളൂ വളരെ ലക്കി ആയിട്ട് നോമിനേറ്റഡ് ആവാത്തത്. 6 പേരിലും ഇല്ല, ഇപ്പുറത്തേലും ഇല്ല. സോ വളരെ ലക്കി ആയിട്ട് അഭിലാഷ് നോമിനേറ്റഡ് ആയിട്ടില്ല. സോ ഇത് വോട്ടിങ്ങിന്റെ ബേസിസിലായിരിക്കും ഇതിന്ന് ആൾക്കാർ പോകുന്നത്. ഒരാളാവാം, 2 ആളാവാം. അത് വീക്കെൻഡിലായിരിക്കും, ലാലേട്ടനായിരിക്കും അവരെ പുറത്താക്കുന്നത്. സോ ആൾക്കാർ ഇപ്പോഴും തന്നെ കമന്റ് ബോക്സിലും എൻ്റെ ലൈവ് അപ്ഡേറ്റിന്റെ വീഡിയോയ്ക്ക് കമന്റ് ബോക്സിലൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി. മിക്കവാറും ഈ മിഡ് വീക്ക് എവിക്ഷന് പോണ ആൾക്കാരിൽ ആരെങ്കിലും ഇപ്പൊ അനീഷൊക്കെ പോവുകയാണെങ്കിൽ മിക്കവാറും റീ എൻട്രി കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്ന്. ഒന്നും അറിയില്ല കേട്ടോ, ഫുൾ ട്വിസ്റ്റുകളാണ്. അതുപോലെ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് മിക്കവാറും ഇത്രയും പേര് പോവേല്ലേ, ഇഷ്ടം പോലെ വൈൽഡ് കാർഡുകൾ വരാനും ചാൻസ് ഉണ്ടെന്ന്. അതെ, പറയാൻ പറ്റത്തില്ലല്ലോ അല്ലെ. അപ്പൊ കമന്റ് ബോക്സിൽ പറഞ്ഞേക്കുന്നതാണ് ഇതൊക്കെ വൈൽഡ് കാർഡ് വരും, ഇനി വൈൽഡ് കാർഡുകൾ വരുന്നത് വാഴകളാവാതിരുന്നാൽ മതി എന്നും കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് കുറച്ച് പേര്. നല്ല കളിക്കാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഉള്ളതിൽ ഭേദമുള്ള കളിക്കാരെയൊക്കെ പറഞ്ഞു വിട്ട് ഇനി വന്നു കയറുന്നത് മൊത്തം കളിക്കാത്ത ആൾക്കാരാണെങ്കിലോ ചിലപ്പോൾ ഒരുപാട് കളി എറിഞ്ഞിട്ട്, നമ്മുടെ ചരിത്രം അങ്ങനെയാണല്ലോ. നമുക്കിപ്പോൾ വൈൽഡ് കാർഡ് നമ്മൾ പ്രതീക്ഷിച്ചൊക്കെ ഇരിക്കും, വൈൽഡ് കാർഡിനെ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് അവസാനം അകത്ത് കയറുമ്പോൾ ഒന്നുമില്ല. അങ്ങനെ ആയാലും മതിയല്ലോ, കാര്യം ഉള്ള നല്ല ഫ്ലോയും കൂടെ കളഞ്ഞു കിട്ടും. ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട്. സോ എനിക്ക് അതൊരു പിടിയും ഇല്ല. ഇപ്പോൾ ഉള്ള ഫ്ലോ ഇപ്പം നല്ല രീതിയിലാണ് പോകുന്നത്. ഇതുപോലെ തന്നെ വൈൽഡ് കാർഡ്സ് വന്നാലും മുന്നോട്ട് പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി അടുത്തത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ നടന്ന റാങ്കിങ് ടാസ്ക്. സത്യം പറഞ്ഞാൽ ക്ലാസിക് ടാസ്കുകളിൽ ഒന്നാണ് ഈ റാങ്കിങ് ടാസ്ക് എന്ന് പറയുന്നത്. അത് ഇതുപോലെ നടത്തണം എന്ന് എനിക്ക്
എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനോട് എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. ഇതൊരു 7ാമത്തെ ആഴ്ചയോ 6ാമത്തെ ആഴ്ചയോ ഒക്കെ നടത്തേണ്ട ടാസ്ക്കാണ് ഈ റാങ്കിങ് ടാസ്ക്. നമ്മൾ ഓരോ കണ്ടസ്റ്റൻസ് എന്തൊക്കെയാണ് അവിടെ ചെയ്തത് അത് വെച്ചിട്ടാണ് നമ്മൾ റാങ്ക് നമ്മൾ അതിൽ യോഗ്യനാണ്, 2ാം റാങ്കിന് ഞാൻ യോഗ്യനാണെന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം ഇത് അങ്ങനെയൊന്നുമല്ല. മാത്രമല്ല റാങ്കിങ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ടാസ്ക് ആണ്, നമ്മൾ ഓരോരുത്തരും കളിക്കുന്നത്. പക്ഷേ ഇത് ടീം ടാസ്ക് ആയിട്ട് മാറി. അത് മാത്രമല്ല ഇത് പണിപ്പുരയിലേക്കുള്ള ആദ്യത്തെ പ്രവേശനത്തിന്റെ ടാസ്ക് ആയിട്ട് മാറി. അതായത് ഇതിൽ ഉള്ള ആളാണ് പണിപ്പുരയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ റാങ്കിങ്ങിൽ നിന്ന് മാറി അതൊരു ഗ്രൂപ്പ് ടാസ്ക് ആവുകയും അത് പിന്നെ 1 മണിക്കൂറിലേക്കും ബിഗ് ബോസ് ചുരുക്കി കൊടുക്കുകയും ചെയ്തു. റാങ്കിങ് ടാസ്ക് എന്ന് പറഞ്ഞാൽ മിനിമം 3 മണിക്കൂറാണ് അല്ലേ. 3, 4, 5, 6, 7 മണിക്കൂറുകളോളം റാങ്കിങ് ടാസ്ക് നിൽക്കും. സോ ആ ഒരു റാങ്കിങ് ടാസ്കിനെ എല്ലാം കളഞ്ഞു കുളിച്ചു. അത് റാങ്കിങ് ടാസ്ക് അല്ല ഇവിടെ നടന്നത്. സത്യം ഇത് വെറുതെ പണിപ്പുരയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾക്കാരെ സെറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ അവിടെ റാങ്കിങ്ങിന് വേണ്ടിയിട്ട് ഓരോരുത്തർ സ്വന്തമായിട്ട് വാദിക്കുകയൊന്നും ഞാൻ കണ്ടിട്ടില്ല. റാങ്കിങ് അല്ല അവർ ചെയ്തത് ടീം വർക്കാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഷാനവാസ് നന്നായിട്ട് ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്, കളിക്കാൻ വളരെ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തത് ഷാനവാസ് ആസ് എ ക്യാപ്റ്റൻ ശ്രമിച്ചത് നിങ്ങൾക്കറിയാമല്ലോ, അനീഷ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ട പോലെയൊന്നുമല്ല, ലൈവിനകത്ത് 1 മണിക്കൂർ ആ മനുഷ്യൻ വാ അടച്ചിട്ടില്ല. സത്യമായിട്ടും 1 മണിക്കൂർ ഇത് എവിടെ നിന്ന് കിട്ടുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. തൊണ്ട പറ്റിപ്പോവില്ലേ, ഞാനാണ് ഒന്നാം സ്ഥാനത്ത്. എപ്പിസോഡിലൊന്നും ഒന്നും കാണിച്ചിട്ടില്ല. എൻ്റെ പൊന്നോ, 1 മണിക്കൂർ ചെവിക്കകത്ത് എനിക്ക് ഇതാണെങ്കിൽ ഈ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ബാക്കിയുള്ളവർ പറയുന്നതോ ഒന്നും. പിന്നെ ഈ ഹെഡ്സെറ്റ് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ചെവിക്കകത്ത് തന്നെ എന്തോ ഒരു ശബ്ദ തരംഗം മാത്രമാണ് എനിക്ക് കേട്ടോണ്ടിരുന്നത്. സത്യമായിട്ടും പലർക്കും തലവേദന വന്നെന്നും പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അനീഷിനെ ഒന്ന് വാൺ ചെയ്താൽ നല്ലതായിരുന്നു. കാരണം നമുക്ക് ബാക്കിയുള്ളവർ കളിക്കുന്നതും ഒക്കെ കാണണ്ടേ. പക്ഷെ അനീഷ് ഗെയിം കളിച്ചാണ്, അനീഷ് അവിടെ ഗെയിം കളിച്ചാണ്. അനീഷ് മാത്രമേ അവിടെ സ്വന്തമായിട്ട് ഗെയിം കളിച്ചുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും അനീഷിനെ അഗൻസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ നോക്കി. അതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അനീഷിനെ അയക്കില്ല എന്ന് അവർ പറഞ്ഞത്. മനസ്സിലായില്ലേ? അവർക്കൊരു ഈഗോ ഫാക്ടറും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവർ ചെയ്തതിൽ ഷാനവാസ് നല്ലൊരു സ്റ്റെപ്പ് എടുത്തായിരുന്നു. ആദ്യം ഷാനവാസ് എടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാഡ്ജ് ഉള്ളവർ പോട്ടെ, അവർ റാങ്കിങ് ഒന്നും നോക്കുന്നില്ല കേട്ടോ. ആർക്ക് എന്ത് റാങ്കിങ് പോയി, റാങ്കിങ് ടാസ്ക് ഇതിനകത്ത് അലിഞ്ഞു പോയി. റാങ്കിങ് ടാസ്ക് പോയി. ഇന്ന് റാങ്കിങ് ടാസ്ക് ഒന്നും പേര് കൊടുക്കാൻ കൊള്ളൂല. നമ്മുടെ ബിഗ് ബോസിലെ റാങ്കിങ് ടാസ്ക് ആയിട്ട് ഞാൻ ഇതിനെ താരതമ്യം ചെയ്യുന്നേ ഇല്ല. അതല്ല ഇത് നടന്നത്. സത്യമായിട്ടും ബിഗ് ബോസ് പറയുന്നുണ്ട് ക്ലാസിക് ടാസ്ക്, പക്ഷെ അതല്ല, അതിങ്ങനെ അല്ല. അപ്പം ഇതിനകത്ത് ഷാനവാസ് പറയുന്നുണ്ട് ബാഡ്ജ് ഉള്ളവർ പോട്ടെ, അപ്പോൾ അവർക്ക് ഡ്രസ്സ് എടുക്കണ്ട, ഫുഡ് മാത്രം എടുത്താൽ മതി. അത് നല്ലൊരു സൂപ്പർ ടാക്ടിക്സ് ആയിരുന്നു, നല്ലൊരു ഇതായിരുന്നു. ആ രീതിയിൽ പോയിരുന്നെങ്കിൽ ഇതിൽ അവർക്ക് 1000 പോയിന്റാണ്, 20 സെക്കൻഡും കിട്ടും, സുഖമായിട്ട് അവർക്ക് പോയി 1000 പോയിന്റ് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ആരുണ്ട്? അവരുടെ 7ന്റെ പണിയായ അനീഷ് ഉണ്ട്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഇവനെ ആദ്യം അയക്കാം എന്ന് ഷാനവാസ് പറഞ്ഞു. ഫസ്റ്റ് പൊസിഷനിൽ പോട്ട്. അപ്പോൾ വീട്ടുകാർ ആർക്കും സമ്മതമില്ല. കാര്യം എങ്ങാനും ഇയാളെ നോമിനേഷൻ ഫ്രീ ആക്കിയാലോ അല്ലെങ്കിൽ ഇയാളെ അടുത്ത ക്യാപ്റ്റൻ ആക്കിയാലോ എന്ത് ചെയ്യും? പിന്നെയും ഇനി ഒരാഴ്ച സഹിക്കണം. പുള്ളിക്കാരനെ ഡയറക്റ്റ് നോമിനേഷനിലിട്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് വീട്ടുകാർ നോക്കുന്നത്. പിന്നെ ഇവർക്ക് ഒടുക്കത്തെ ഈഗോയും ഉണ്ട്. കാര്യം അനീഷ് അത്രമാത്രം ട്രിഗർ ചെയ്താണ് വെച്ചേക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അനീഷ് നമ്മുടെ മുന്നിൽ ജയിക്കണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് വീട്ടുകാർ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഈഗോയും ഈ ഒരു പേടിയും എല്ലാം കാരണം ഇവർ അനീഷിനെ വിട്ടിട്ടില്ല. പിന്നെ അപ്പോൾ ഷാനവാസ് എന്ത് ചെയ്തു? ശരി, നമുക്ക് വേണ്ട, നമുക്ക് ഒന്നും വേണ്ട, നമുക്ക് ഫുഡും വേണ്ട, നമുക്ക് ഡ്രസ്സും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ടാസ്ക് റദ്ദാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ തന്നെ കൺഫ്യൂസ് ചെയ്ത് എന്താ ചെയ്യിക്കേണ്ടതുള്ളത്. പക്ഷേ എൻ്റെ അവസ്ഥയിൽ ഇവർ ഈ 1000 പോയിന്റ് യൂസ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിനകത്ത് എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ശാരിക, അനുമോള്, ഇവരൊക്കെ പറഞ്ഞു അനീഷേട്ടനെ വിടണമെങ്കിൽ അങ്ങ് വിട്, നമുക്ക് 1000 പോയിന്റ് സാധനം കിട്ടുമല്ലോ, ഫുഡ് കിട്ടുമല്ലോ, എന്താണെന്ന് വെച്ചാൽ എടുത്തോണ്ട് വരട്ടെ. അപ്പം ഇത് തന്നെയാണ് ഷാനവാസിനും ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ അക്ബറും കുറേ ആൾക്കാർ സമ്മതിച്ചിട്ടില്ല. ഒരുപാട് പേരുണ്ട് സമ്മതിക്കാത്തത്. എന്നാൽ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടായിരുന്നു അനീഷേട്ടനെ വിടുക, ഇനി അടുത്തതിൽ വിടണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ഞാനൊരു പോൾ ഇട്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിനകത്തും 65% ആൾക്കാർ പറയുന്നത് അനീഷ് പോട്ട് എടുത്തിട്ട് വരട്ട്, എന്താ ചെയ്യണം നമുക്ക് കാണാമല്ലോ. അപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ അടുത്ത ടാസ്കിലും ഇവൻ തന്നെ പോകണമെന്ന് പറഞ്ഞാലോ എന്ന് കമന്റ് സെക്ഷനിൽ, അനീഷ് തന്നെ പോകണമെന്ന് പറഞ്ഞാലോ എന്ന് കുറേ ആൾക്കാർ പറയുന്നു. അനീഷിനെ തന്നെ വിട്ടാൽ അവൻ അത് തന്നെ പിന്നെ അടുത്ത ടാസ്കിലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് കമന്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അനീഷ് പിന്നെയും വന്നാലോ അടുത്ത ടാസ്കിനെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അത് നന്നായി അവർ റദ്ദ് ചെയ്തത്. കുറച്ച് പേര് പറയുന്നു ആര്യനെ വിടണമായിരുന്നു, പക്ഷെ അനീഷിനെ ആര് പറഞ്ഞ് മനസ്സിലാക്കും? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. എന്തായിരുന്നാലും എൻ്റെ മനസ്സിനകത്തും അനീഷിനെ ഒന്ന് വിട്ട് നോക്കാമായിരുന്നു. കാര്യം അനീഷിനെ വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ എന്താണ് ദയയിലാണ് അനീഷ് പോയത് എന്നുള്ള ഒരു ഇത് അനീഷിന് വരും. മനസ്സിലായില്ലേ? എന്താണെങ്കിലും നീ നമ്മുടെ ഇതിലല്ലേ പോയത്, അല്ലാതെ അനീഷ് മാറ്റി പറയും, അത് വേറെ കാര്യം. അനീഷ് ആരാ മോൻ, അനീഷ് അടുത്ത ദിവസം തന്നെ ഇല്ല ഞാൻ നിങ്ങളുടെ ഇതിലല്ല, ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് പോയത് എന്ന് തന്നെ പറയും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഇപ്പോൾ നമ്മുടെ മുന്നിൽ സർവൈവലാണ് 1000 പോയിന്റ്. അപ്പോൾ 1000 പോയിന്റ് എങ്ങനെ എന്താ ചെയ്യാൻ നമുക്ക് നോക്കാമല്ലോ. പക്ഷേ
വേറൊരു കാര്യമുണ്ട്, നമ്മൾ അതിയായി ആഗ്രഹിച്ചിരിക്കാൻ അനീഷ് ഔട്ടാവണം. അപ്പം നമ്മുടെ മനസ്സിലും നമുക്ക് ഫുഡും വേണ്ട ഒന്നും വേണ്ട, ഇത് പോയി കിട്ടിയാൽ മതി എന്നാണെങ്കിൽ അനീഷിനെ വിടത്തില്ല. അവിടെ ഉള്ളവരുടെ മനസ്സ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അനീഷിനെ വിടൂല അവർ. സത്യമായിട്ടും അവിടെ ഉള്ളവരുടെ ഒരു, നമുക്കിപ്പോൾ പല കാര്യങ്ങളും അവിടെ നിന്ന് പറയാം, പക്ഷെ ഉള്ളവരുടെ ഒരു മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവർ അനീഷിനെ വിടത്തില്ല. കാര്യം അത്രയും വിഷമവും ദേഷ്യവും ആ ഒരു ട്രിഗറിങ്ങും ആ പ്രഷറും ഒക്കെ അവരുടെ തലയിലുണ്ട്. ഇനി ജിസേലിൻ്റെ കാര്യം എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ മുന്നിൽ ലാലേട്ടൻ ഒരുപാട് ചോദിച്ചിട്ട് മേക്കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു, പിന്നെയും മേക്കപ്പ് ഉണ്ട്, എന്നിട്ട് ഇപ്പോഴും കയ്യിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോഴില്ലെന്നാ? ഒരു 2 പാക്കറ്റ് നിറച്ചുണ്ട്. ഇത് പലരുടെയും മുന്നിൽ കൂടെ ഇത് ചെയ്യുന്നുണ്ട്. അനിമോളുടെ ഞാൻ ലൈവിൽ കണ്ടാണ്, അനിമോളുടെ മുന്നിൽ വെച്ചിട്ടാണ് ജിസേൽ 2 കവർ നിറച്ച് മേക്കപ്പ് എടുത്തിട്ട് വെച്ചേക്കുന്നത്. എടുത്തിടുന്നു, അത് സെലക്ട് ചെയ്യുന്നു. അനിമോൾ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. പക്ഷെ ബിന്നി അത് ചോദ്യം ചെയ്തു. ആദിലയും നൂറയും എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു ലാസ്റ്റ്, അതായത് ബിഗ് ബോസ് ഷോ നിർത്തുന്നു എന്നുള്ള ഒരു ഇത് കൊടുത്തത് ഇതിനായിരുന്നു, അതായത് ജിസേലിൻ്റെ ഈ റൂൾ ബ്രേക്കിന്. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യം, ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സല്ല ഇടുന്നത്, ടോപ്പ് ഇടുന്നുണ്ട്, ബോട്ടം അങ്ങ് ഊരിക്കളഞ്ഞു. കാര്യം പുള്ളിക്കാരിയെ അങ്ങനെ പ്രസന്റ് ചെയ്യാനാണ് താല്പര്യം. അല്ലാതെ പുള്ളിക്കാരിക്ക് ഇന്ന് അനുവൊക്കെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു, എടി ഒരു പൊട്ടെങ്കിലും താ, ശൈത്യയൊക്കെ ഒരു പൊട്ടെങ്കിലും തരട്ട്, ഒരു പൊട്ട് അല്ലെങ്കിൽ വേണ്ട ഒരു നല്ല ഡ്രസ്സ്, ഒരു വള, എന്തുമാത്രം അവരും ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരു മേക്കപ്പും ഇല്ലാണ്ടാണ് അവർ നിൽക്കുന്നത്. അവർ വീട്ടിൽ പോലും അങ്ങനെ നിന്നിട്ടുണ്ടാവില്ല. എത്ര രൂപയുടെ സാധനങ്ങളാണ് മേടിച്ചുകൊണ്ട് വന്നതെന്നാണ് അനുമോള് ചോദിക്കുന്നത്. സോ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ ഇവിടെ ജിസയിൽ ഒരു തരത്തിലും അതിൽ കോംപ്രമൈസിൽ ഇപ്പോഴും ജിസേലിൻ്റെ കയ്യിലുണ്ട്. ജിസേലിന് ഒട്ടും പറ്റത്തില്ല മേക്കപ്പ് ഇല്ലാണ്ടോ, അല്ലെങ്കിൽ ജിസേൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ജിസേലിനെ പ്രസന്റ് ചെയ്യണം. അതാണ് ഇന്ന് പാൻറ് ഊരി കളഞ്ഞിട്ട് നിന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം. രാവിലെ 4:50 ആയപ്പോഴത്തേക്കും ജിസേൽ ആരും കാണാതെ ക്രീമൊക്കെ തേച്ചിട്ട് കിടന്നുറങ്ങുന്നു. അത് കഴിഞ്ഞ് ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ടൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അനീഷിന് ലെറ്റർ കിട്ടിയാണ് ബിഗ് ബോസിന്റെ. നൽകിയ യൂണിഫോം ജിസേൽ ധരിക്കേണ്ടതാണ്. സ്റ്റോർ റൂമിൽ ബാക്കി ഇപ്പൊ ഇട്ടേക്കുന്ന യൂണിഫോം ഡ്രസ് ഇട്ട് വെക്കുക. ജിസേൽ, ഡു യു ഹാവ് എനി സ്പെഷ്യാലിറ്റി ഹിയർ? ജിസേൽ, ഡു യു ഹാവ് എനി സ്പെഷ്യാലിറ്റി ഹിയർ? അതൊരു 1000 തവണ പറയുന്നുണ്ട്. അപ്പൊ ജിസേൽ, ബിഗ് ബോസ് തന്നതാണ്, അല്ലാതെ എനിക്കുള്ളതല്ല. അപ്പൊ അനീഷ്, ബിബി ഈസ് ഡൂയിങ്, യു ആർ സേയിങ് ദാറ്റ് ബിഗ് ബോസ് ഈസ് ഡൂയിങ് മിസ്റ്റേക്ക്, യു ആർ സേയിങ് ദാറ്റ് ബിഗ് ബോസ് ഈസ് ഡൂയിങ് മിസ്റ്റേക്ക് എന്ന് 10,000 തവണ. അത് ജിസേൽ, പതുക്കെ പറഞ്ഞാൽ മതി, ഇങ്ങനെ കിടന്ന് അലറേണ്ട ആവശ്യമില്ല. യു ആർ ഡൂയിങ് മിസ്റ്റേക്ക്, നോട്ട് ബിഗ് ബോസ്. അപ്പൊ അനീഷ്, നോ, ഐ ആം നോട്ട് ഡൂയിങ് മിസ്റ്റേക്ക്. നീ ഇംഗ്ലീഷാ പറയുന്നത്, ദാറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് അല്ല പറഞ്ഞത്, ഞാൻ നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പറഞ്ഞതാണ്, ബിക്കോസ് യു ആർ മേക്കിംഗ് സച്ച് എ ഡ്രാമ. അപ്പൊ അനീഷ്, വാട്ട് നോൺസെൻസ് ഈസ് ദിസ് എന്ന് പറഞ്ഞ് ജിസേൽ ആ ലെറ്റർ പറിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട് കയ്യിൽ നിന്ന്. അപ്പോൾ വാട്ട് നോൺസെൻസ് ഈസ് ദിസ്, യു ആർ ഡൂയിങ് ഡ്രാമ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ റെനയും നമ്മുടെ അനീഷും കൂടെ നടത്തിയ എൻ്റെ പൊന്നു അതെന്തോന്നായിരുന്നു. റെന അവിടെ പ്രശ്നം ഉണ്ടാക്കിയതാണ്, ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ അനീഷിനെ എങ്ങനെയെങ്കിലും, അത് ഞാൻ വിചാരിച്ചു എന്തോ ഫിസിക്കലായിട്ടാണ് വിചാരിച്ചു, പക്ഷെ അല്ല കേട്ടോ, ചെറുതായിട്ട് കാല് തട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്രമാത്രം അനീഷ് റൈസ് ആവേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ ഒന്ന് പരിമിതിയുടെ കൂടെ നിന്ന് കളിക്കാം ഈ ടാസ്കുകളിലൊക്കെ, എന്നാലേ പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടം തോന്നത്തുള്ളൂ. അപ്പം അനീഷ് ഈ ജിസേലിനെ ട്രിഗർ ചെയ്യണേ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്, പെട്ടെന്ന് കൊണ്ടുവെക്ക്. അപ്പൊ ജിസേലിന് ദേഷ്യം വന്നു, ഓ ഇല്ല ഞാൻ കൊണ്ടുവെക്കൂല, ഞാൻ കൊണ്ടുവെക്കത്തില്ല, എന്താണ് അപ്പോഴും ജിസേലും ഇപ്പൊ സുപ്രഭാതം ഒന്നും ഇല്ലേ? ഇപ്പൊ സുപ്രഭാതം ഇല്ല അല്ലേ? സോ ഇപ്പൊ ഇംഗ്ലീഷ് പറയാം. അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇവർക്കൊക്കെ ഒരു വിങ്സ് കൊടുത്തിട്ടുണ്ട്, ആ വിങ്സ് ഫുൾ ടൈം ഇട്ടേക്കണം, ബാഡ്ജ് ധരിച്ചവർ മാത്രം ഇടാൻ പാടില്ല, ബാക്കിയവരൊക്കെ ഇട്ടേക്കണം. ഫ്രീസ് എന്ന് പറയുമ്പം എവിടെയാണെങ്കിലും ഫ്രീസ് ആയിക്കോണം വിങ്സ്, ഓക്കെ, അല്ലെങ്കിൽ 1 സെക്കൻഡ് പണിപ്പുര ടാസ്ക് കുറയും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി, നമ്മുടെ റാങ്കിങ് ടാസ്ക് തുടങ്ങുകയാണ്. റാങ്കിങ് ടാസ്കിൽ ബിഗ് ബോസ് പറയണം മലയാളം ചരിത്രത്തിലെ ഏറ്റവും ക്ലാസിക്കൽ ടാസ്കായ റാങ്കിങ് ടാസ്ക് വരെയാണ്. അപ്പോൾ രേണു എന്തോന്നടേ ഇത് റാങ്കിങ് അതെന്തോന്ന്? പക്ഷേ ഇത് 7ാം സീസണാണ്. അപ്പോൾ 1 മണിക്കൂർ സമയമേ ഉള്ളൂ. നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം കൊണ്ട് നിങ്ങളെ 1 തൊട്ട് 19 വരെ റാങ്ക് ചെയ്യാം. അത് മാത്രമല്ല ആദിലയും നൂറേനെയും ഇവിടെ സെപ്പറേറ്റ് കണ്ടസ്റ്റൻസ് ആയിട്ടാണ് ബിഗ് ബോസ് എടുത്തേക്കുന്നത്, ഒറ്റ കണ്ടസ്റ്റൻ്റ് അല്ല. അതൊരു ഭാവിയിലേക്കുള്ളൊരു സൂചനയാണല്ലോ ആദിലയും നൂറയുടെയും കാര്യത്തിൽ. അപ്പം എന്തായാലും ഫസ്റ്റ് വരുന്ന ആൾക്ക് 20 സെക്കൻഡ്, സെക്കൻഡ് വരുന്ന ആൾക്ക് 15 സെക്കൻഡ്, ബാക്കിയുള്ളവർക്ക് 10 സെക്കൻഡ് വീതമായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ആകെ ലഭിക്കുന്ന പോയിന്റ് 1000 പോയിന്റാണ്. അപ്പോൾ ഈ റാങ്കിങ് 1 മണിക്കൂറിനകം പൂർത്തിയാക്കണം, ഇല്ലെങ്കിൽ റദ്ദാക്കും. ഓക്കെ, നിങ്ങളുടെ ഇന്റലിജൻസ് ആണ് ഇത് നമ്മൾ നടക്കുന്നത്. ഇത് പറഞ്ഞ് ബിഗ് ബോസ് നാം അങ്ങോട്ട് അകത്തേക്ക് ഇട്ടതേ ഉള്ളൂ. അപ്പം തന്നെ തുടങ്ങി അശരീരി അല്ല. നമ്മൾ ഈ ഇലക്ഷനൊക്കെ ഓർത്ത് ആൾക്കാർ പ്രചരണത്തിന് പോകൂലേ, മികച്ച വോട്ടോട് കൂടി ഈ മത്സരാർത്ഥിയെ വിജയിപ്പിക്കുക, മികച്ച
വോട്ട്. അപ്പം നമുക്കാണെങ്കിൽ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇത് കേട്ട് 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 തലപിരിക്കും അല്ലേ ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ഇതുപോലെയാണ് അനീഷിൻ്റെ കാര്യം. ഈ ബിഗ് ബോസ് അതിനകത്ത് കിട്ടതും ഞാൻ തന്നെയാണ് ഒന്നാമത്തെ മത്സരാർത്ഥി. ഒന്നാം സ്ഥാനം എനിക്ക്. ഇത് നിർത്തിയത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ലൈവിൽ നമ്മളെ ഇരുന്ന് കണ്ടവരെയൊക്കെ നിങ്ങൾ ഒരു മെഡൽ കൊടുത്ത്, ലൈവിൽ കണ്ടവർക്ക് മെഡൽ കൊടുക്കണം, അകത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു 10-20 മെഡൽ കൊടുക്കേണ്ടി വരും. കാര്യം ഇത് കേട്ടോണ്ടിരിക്കുന്നത്, ഇത് ചെവിക്കകത്തുനിന്നും എന്തൊക്കെയോ കിളികളൊക്കെ പറന്നുപോയ അവസ്ഥയായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ. കാര്യം അത്രമാത്രം ഇത് കേട്ടോണ്ടിരിക്കുക. ഒന്നാം സ്ഥാനം എനിക്ക്, ഒന്നാം സ്ഥാനം ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ് ഒന്നാം പൊസിഷൻ. എടാ ഒന്ന് പറയട്ടെ, നിക്ക്, ഞാൻ തന്നെയാണ് ഒന്നാം പൊസിഷൻ, ബിഗ് ബോസ് ഞാൻ തന്നെയാണ് ഒന്നാം പൊസിഷൻ. എടാ നിക്കടാ, നീ ഒന്ന് നിൽക്കൊന്നും സമാധാനപ്പെട്. ഞാൻ തന്നെയാണ് ഒന്നാം പൊസിഷൻ. ഞാൻ തന്നെയാണ് ഒന്നാം പൊസിഷൻ. എൻ്റെ ഇത് 1 മണിക്കൂർ, നിങ്ങൾ എപ്പിസോഡിൽ 10 മിനിറ്റല്ലേ കണ്ടുള്ളൂ, ഞാൻ 1 മണിക്കൂർ ഇരുന്ന് കണ്ട് ചെവിക്കകത്ത്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആര്യൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വേറെ കുറേ കാര്യങ്ങൾ നടന്നു. അക്ബർ പറഞ്ഞു ഇവനെ ഒരു കാര്യം ചെയ്യാം, 14-13 പൊസിഷനിൽ പിടിച്ചിടാം അനീഷിനെ. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഞാനാണ് ഒന്നാം സ്ഥാനത്ത്, ഞാൻ ആരുടെയും പറയാൻ കേൾക്കില്ല, ഞാനാണ് ഒന്നാം സ്ഥാനത്ത്. അപ്പം നിവീൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും വോട്ടിംഗ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും എനിക്ക് 19ാം സ്ഥാനം മതി. ബിക്കോസ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പണിപ്പുരയിൽ കയറാൻ പറ്റത്തില്ല. സോ ഐ ആം ഗോയിങ് ഓൺ 19 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വന്നിട്ട് വോട്ട് അപ്പീൽ ചെയ്ത് പോയി. അപ്പം ഞാൻ ആലോചിച്ചത് വോട്ടിങ്ങാ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇത് വോട്ടിംഗ് അല്ല, ഭൂരിപക്ഷമല്ല, ഏകകണ്ഠമായ തീരുമാനമായിരിക്കണം. ഞാനാണ് ഒന്നാം സ്ഥാനത്ത്. അയ്യോ, ഒരു സൈഡിൽ നിന്ന് അതെ. അപ്പം എന്നാൽ ശരി, ഷാനവാസ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഡ്രസ്സ് ബാഡ്ജുള്ള ആൾക്കാർ ഒന്നാം സ്ഥാനത്ത് പോട്ട്, അപ്പം അവർക്ക് ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമില്ല, ഫുഡ് മാത്രം എടുത്താൽ മതി. സൂപ്പർ. അപ്പോൾ ആര്യനും ഒന്നാം സ്ഥാനത്ത് വരും, നിവീനും ഒന്നാം സ്ഥാനത്ത് വരും. ഞാനാണ് ഒന്നാം സ്ഥാനത്ത്. പറ്റത്തില്ല, ഇതൊന്നും കേൾക്കുന്ന പോലും ഇല്ലടേ. ഞാനാണ് ഒന്നാം സ്ഥാനത്ത്. ഇത് നിർത്തണില്ല, ഈ സൈഡിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ ഓക്കെ ശരി, അത് മതി. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ 10 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് പറയാണ് സോഫയുടെ ഇടതുവശത്ത് നിന്നാണ് ആരംഭിക്കേണ്ടത്. ഞാനാണ് ഒന്നാം സ്ഥാനത്ത്. ഈ പുള്ളിക്കാരനാണ് ഇടതുവശത്ത് ഇരിക്കുന്നത്. ഞാനാണ് ഒന്നാം സ്ഥാനത്ത്. അപ്പോൾ അനീഷ് ഉടനെ സ്റ്റൂൾ എടുക്കുന്നു. അവിടെ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ റെനയുടെ കാലിൽ എന്റെ കാല്, യു ആർ മേക്കിംഗ് സച്ച് എ ഡ്രാമ, യു ആർ മേക്കിംഗ് ഡ്രാമ, നീ യു ആർ ക്രിയേറ്റിംഗ് ഡ്രാമ, നീ കരച്ചിൽ നാടകമാണ് അഭിനയിക്കുന്നത്. എൻ്റെ അമ്മ ഇത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇനി അവിടെ റെന ഉണ്ടോ നോക്കുമ്പോൾ റെന ചിരിച്ചോണ്ടിരിക്കുന്നത്. ഞാനല്ലല്ലോ, ഞാൻ കരയില്ലല്ലോ. അപ്പം ഞാൻ ഇപ്പം ഡ്രാമ തന്നെയായിരുന്നു. അപ്പം ശരി, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ആതിരയുടെ കാല് മുറിയുന്നു എന്തോ കൊണ്ടിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഷാനവാസ് പറഞ്ഞു ഭൂരിപക്ഷമായി നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ് ബിഗ് ബോസ് ആര്യനാണ് ഒന്നാമത് പോകുന്നത്. ഓക്കെ, അല്ല ഏകകണ്ഠം, ബിഗ് ബോസ് തീർന്നു. അപ്പം ശരി, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റൂല. ഞാനാണ് ഒന്നാം സ്ഥാനത്ത്. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് ഇടയ്ക്ക് 2 വോയിസ് ആയിട്ട് പറയാൻ പറ്റൂല. ഇതൊക്കെ സംസാരിക്കുമ്പോഴും ഇവിടെ ഇരുന്ന് നടക്കുകയാണിത്. ഞാനാണ് ഒന്നാം സ്ഥാനത്ത്. ഇത് റേഡിയോ പോലെ ഇങ്ങോട്ട് കേട്ടോണ്ട് ഇതിൻ്റെ ഇടയിലാണ് ഇത് ഡിസ്കഷനൊക്കെ കേട്ടാ. അയ്യോ, ബിഗ് ബോസിന്റെ ചെവിക്കകത്ത് 2 ലോഡ് പഞ്ഞി ഉണ്ടാവും കേട്ടോ. അയ്യോ, ഞാനാണ് ഒന്നാം സ്ഥാനത്ത്. ഇത് ടാസ്കിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ മൊത്തത്തിലില്ല. ടാസ്ക് വരുമ്പോഴേ ഇപ്പൊ അവിടെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ടാസ്കിന് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. അത് കഴിഞ്ഞ് അപ്പം അടിയറവ് പറഞ്ഞു, ഷാനവാസ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ഫുഡാണ് വേണ്ടത്, ഇവനെ പറഞ്ഞു വിടാം, ഈ അനീഷിനെ പോയിട്ട് എന്താന്ന് വെച്ചാൽ പണ്ടാരം അടങ്ങിക്കൊണ്ട് വരട്ട് എന്ന് ഷാനവാസ്. ഓക്കെ അക്ബറെ, നീ പറയണോ ഒന്ന് കേക്ക്, നീ അവനെ വിടാം നമുക്ക്. അപ്പോൾ ഉടനെ നമ്മുടെ അപ്പാനി പറ്റൂല, അവനെ വിടാൻ പറ്റൂല, അവൻ ഒന്ന് കൊണ്ടുവന്നാലും ഞാൻ കഴിക്കൂല, അങ്ങനെ ഇപ്പം വേണ്ട, അവൻ കൊണ്ടുവന്നിട്ട് വേണ്ട, എനിക്കൊന്നും വേണ്ട അവൻ കൊണ്ടുവന്നിട്ട്. അപ്പം അക്ബർ എനിക്ക് വേണ്ട, അവൻ കൊണ്ടുവന്നിട്ട് എനിക്കൊന്നും വേണ്ട, ഫുഡും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ സരിക എനിക്കും വേണ്ട. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്നും വേണ്ട, പോരെ, ഒന്നും നമുക്ക് വേണ്ട, ടാസ്ക് റദ്ദാക്കാം. ഓക്കെ ശരി, നമുക്കൊന്നും വേണ്ട. അപ്പോൾ ബിഗ് ബോസ് അങ്ങനെ ടാസ്ക് 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഷാനവാസ് ചെയ്തത് തെറ്റ്, ഷാനവാസിന്റെ തീരുമാനം തെറ്റ്, ഷാനവാസിനെ എല്ലാവരും പ്രലോഭിപ്പിച്ച് തെറ്റ് മാറ്റി, തീരുമാനം മാറ്റി. ഷാനവാസിന്റെ പ്രലോഭനത്തിൽ ആൾക്കാരുടെ പ്രലോഭനത്തിൽ ഷാനവാസ് വീണു. എനിക്ക് വയ്യ, ഞാനാണ് ക്യാപ്റ്റൻ, ഞാനാണ് ഒന്നാം സ്ഥാനം, ഞാനാണ്. അപ്പോഴും വിടുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് ടാസ്ക് കഴിഞ്ഞു കേട്ടോ, നിങ്ങൾ റദ്ദ് ചെയ്ത് ടാസ്ക് കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് നിനക്ക് കിട്ടിയില്ലല്ലോ, അങ്ങനെ ബസറടിക്കുന്നു, ടാസ്ക് അവസാനിക്കുന്നു. അപ്പോൾ അനുമോളൊക്കെ എന്തോന്ന് ചേച്ചി ഇത്, നമുക്ക് ആനീച്ചേട്ടൻ പോണെങ്കിൽ പോട്ട്, എടി നീ മിണ്ടരുത്, അവന് വേണ്ടി അങ്ങനെ പറ്റത്തില്ല, അവൻ അങ്ങനെ നമുക്ക് കൊണ്ടൊന്നും തരണ്ട, നീ മിണ്ടാതിരുന്നു അവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആരും
നമ്മുടെ റാങ്ക് നമ്മുടെ ബാക്കിയുള്ളവർ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സരിക ഷാനവാസിനോട്, എൻ്റെ ഷാനവാസി ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഫുഡും വേണ്ട ഡ്രസ്സും വേണ്ട, ഇവിടെ ബീറ്റ്റൂട്ടും ഇതൊക്കെ ഉണ്ടല്ലോ ഞാനത് കഴിച്ചോളാം. ഇവനെങ്ങനെ നോമിനേഷൻ ഫ്രീ ആയ എന്ത് ചെയ്യും? എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. പുള്ളിക്കാരി ആരും ചെയ്യില്ലെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഷാനവാസ് ടീമൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻസി കൈമാറണം. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ അനീഷ് ഷാനവാസിന് കൊടുക്കണം. ഷാനവാസെ, പൂർണ്ണാധികം സന്തോഷത്തോടെയും സംതൃപ്തിയോടും കൂടി ഞാൻ ഉപയോഗിക്കാത്ത ഈ വസ്തു മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ചീപ്പ്, അത് ഞാൻ താങ്കൾക്ക് തരുന്നു. ഷാനവാസ് അത് ഏറ്റുവാങ്ങുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ജിസേൽ ആ വാഷ്റൂമിൽ നിന്ന് ലിപ്സ്റ്റിക് ഇടുകയാണ്. ലിപ്സ്റ്റിക്കോ എന്തൊക്കെയോ സാധനങ്ങൾ ഇടുകയാണ്. എൻ്റെ ദൈവമേ. അപ്പോൾ അനിമോൾ ഒളിച്ച് നോക്കിയിട്ടൊക്കെ പോകുന്നു. എന്താ അനിമോൾ ഇത്ര ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മിഡ് വീക്ക് എവിക്ഷൻസ് ആരംഭിക്കുന്നത്. ഓക്കെ, മിഡ് വീക്ക് എവിക്ഷൻ അല്ല, അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട്. ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ചിരുന്നു. അപ്പോൾ ജിസേൽ ഇങ്ങനെ ഇതൊക്കെ ഇട്ട് ഒരുങ്ങി വന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരും കണ്ടേ എന്നിട്ട് കംപ്ലൈൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. മനസ്സിലായ? അവിടെ ഉള്ള സകലമായ പെമ്പിള്ളേർ മുഖത്തൊരു പൊട്ട് പോലും ഇടാണ്ടിരിക്കുക. അപ്പോഴാണ് ഇവിടെ മേക്കപ്പ് ചെയ്ത് ഓരോന്നും ഇതൊക്കെ നോക്കുന്നത്. ഇത് മതിയോ, ഈ ഷെയ്ഡ് മതിയോ, ആ ഷെയ്ഡ് മതിയോ. അവിടെ നമുക്കൊരു വിഷമം തോന്നില്ലടാ. നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരൊന്നും ഒരു മേക്കപ്പ് ഇടാണ്ട് ഒന്നും ഒരു ഭയങ്കര റോ ആയിട്ട് ഭയങ്കര വൃത്തിയോടായിട്ട് ഫീൽ ചെയ്യും. സത്യം പറയാം, ഭയങ്കര അസുഖം പിടിച്ച പോലെ. ഞാൻ പറയുന്നത് അവർക്ക് കൊടുക്കാനാണ് പറയണത്. അവർക്ക് ഫുഡ് മാത്രം വെക്ക്, പണിപ്പുരയിൽ ഫുഡ് മാത്രം, ലക്ഷറി ബജറ്റ് ഫുഡ് മാത്രം വെക്കുക. ബാക്കി അവരുടെ ഒരു അല്ലറ ചില്ലറ ബേസിക് ആയിട്ട് കാര്യം അവർ അത്ര ഗ്ലൂമി ആയിട്ട് ഡള്ളായിട്ടിരിക്കണം. കുറച്ചൊക്കെ നമുക്കൊരു കാണുമ്പോൾ തന്നെ അവരെ കാണുമ്പോൾ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യണ്ടേ, അത് ഫീൽ ചെയ്യുന്നില്ല. സത്യമായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് കേട്ടോ. ആ കുട്ടികളെ ഒന്നും ഇപ്പം ഞാൻ ഇവിടെ മേക്കപ്പും ചെയ്യാതെ ഒന്നും ചെയ്യാണ്ട് ഒരു നൈറ്റി എടുത്തിട്ട് കമ്മലും ഇല്ലാണ്ട് ഇങ്ങനെ ഒന്നിരുന്ന് നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്താൽ അത് എന്ത് രസമായിരിക്കും, അതൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ബിഗ് ബോസ് കാണുമ്പോൾ ഇവരെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമം. ഒന്നാം ദിവസം തൊട്ട് ഈ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടിരിക്കണം. അവർ 2 ഡ്രസ്സുണ്ട്, അത് മാറ്റി നനച്ചിട്ടാണ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇനിയെങ്കിലും അവർ ഡ്രസ്സും മേക്കപ്പും കൊടുക്കണം. എനിക്ക് തോന്നുന്നു അവർക്ക് കൊടുക്കും ഈ ആഴ്ചയും തോന്നുന്നു കേട്ടോ. വളരെ കഷ്ടം തോന്നുന്നു കാണുമ്പോൾ. അപ്പം ജിസേൽ മാത്രം ഇത് ചെയ്യുമ്പോൾ എനിക്ക് അതിനെക്കാട്ടിയും വിഷമം തോന്നുന്നു. അപ്പം ബിഗ് ബോസ് പറഞ്ഞു ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിയിപ്പാണ്. സീസൺ 7 ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. താൽക്കാലികമായി തന്നെ നിർത്തിവെക്കുകയാണ്. ഇപ്പോൾ മുതൽ ടാസ്ക് ഇല്ല, ആക്ടിവിറ്റി ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ അതിഥികളായിട്ട് മാത്രം കാണും. നിങ്ങൾക്കുള്ള ഫുഡ് വരും. TV-യിലും ജിയോ ഹോട്ട്സ്റ്റാറിലും നിങ്ങളെ കണ്ടന്റ് ഒന്നും ഇടൂല. കഴിഞ്ഞ ദിവസം മോഹൻലാൽ വാണിംഗ് തന്നിട്ട് കൂടി നിങ്ങൾ മറ്റുള്ളവരുടെ മേക്കപ്പ് യൂസ് ചെയ്യുകയും ഇത് ഈ സീസണിൻ്റെ ഒരു മൂല്യം കൊടുക്കാതെയുമാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇനി ഇത് ആവർത്തിക്കരുത്. ക്യാപ്റ്റനും ബാക്കിയുള്ളവരും വാക്ക് തന്നാൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ബാൻഡ് ഉള്ളവർക്ക് അപ്പം ഉടനെ ആർക്കൊക്കെയാണ് ബാൻഡ് ഉള്ളത്? ഷാനവാസിന് എല്ലാവർക്കും അറിയാം അവിടെ ഉപയോഗിക്കുന്നത് ജിസയിലാണ്. പക്ഷെ ആരും ജിസേലിനെ ചൂണ്ടിക്കാണിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. അപ്പം ഷാനവാസ്, നീ യൂസ് ചെയ്യുന്നുണ്ടോ? പ്ലീസ് ഷാനവാസ്, ഞാൻ ബാൻഡ് ഉള്ള ആളാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ആരാണ് യൂസ് ചെയ്യുന്നത്? ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? സത്യം പറയൂ. അപ്പോൾ ആദിലെ നൂറയും വന്നിട്ട് പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നതല്ല, നമ്മൾ കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ക്രീമൊക്കെ. അപ്പോഴും ജിസേൽ മിണ്ടുന്നില്ല. അപ്പോൾ ബിന്നി പറഞ്ഞു, ജിസേൽ ഇന്ന് രാവിലെ കൺസീലർ യൂസ് ചെയ്യുന്ന കണ്ടായിരുന്നു. ആണോ ബിന്നി? ഞാനാണ് പഴയ ക്യാപ്റ്റൻ, ഞാൻ ചോദിക്കും. ആണോ ബിന്നി പറയുന്നത് സത്യമാണോ? ജിസേൽ ഇവിടെ കൺസീലർ ഉപയോഗിച്ചിരുന്നോ? ഞാൻ ഉപയോഗിച്ചൊന്നുമില്ല. ഞാൻ ഇന്നലെ കൊടുത്തുള്ളൂ ആദ്യത്തെ. നിങ്ങൾക്ക് മുഖം കണ്ട് അറിഞ്ഞൂടെ ഒരു മേക്കപ്പ് ഇല്ലെന്നും? ബെസ്റ്റ് ജിസേലിൻ്റെ മുഖവും ബാക്കിയുള്ളവരുടെ മുഖവും കൂടെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഒട്ടും ഇല്ലാത്ത ആൾ ജിസേലും ബാക്കിയുള്ളവരൊക്കെ മേക്കപ്പ് ഇട്ടിരിക്കുന്നതായിട്ട് തോന്നും. എൻ്റെ പൊന്നെ ജിസേൽ, പുള്ളിക്കാരിക്ക് അത് താല്പര്യമില്ല. പുള്ളിക്കാരിക്ക് അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഇവിടെ ഇങ്ങനൊരു തീമായത് കാരണം നമുക്കൊന്നും ചെയ്യാനും പറ്റൂല. അപ്പോൾ ബാക്കിയുള്ളവരുടെ കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ ജിസേൽ പിന്നെയും കള്ളം പറയണം, എൻ്റെ അടുത്ത് ഒന്നുമില്ല, ഞാൻ ഇന്നലെ തന്നെ എല്ലാം കൊടുത്തു. അപ്പോഴാണ് ബിന്നി പറഞ്ഞത് ഇന്ന് രാവിലെ കണ്ടെന്നുള്ളൂ. ഒരു പാക്കറ്റ് നിറച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയാണ് മിഡ് വീക്ക് എവിക്ഷൻ. 2 പേർ ഈ ആഴ്ച മിഡ് വീക്കിൽ പുറത്താകും. 6 പേരെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യണം. അവരുടെ സ്പീച്ചൊക്കെ കേട്ടിട്ട് എല്ലാവരും സ്പീച്ച് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാവരും സ്പീച്ച് ചെയ്യുന്നുണ്ട്. അനീഷൊക്കെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കേട്ടോ. ചില ആൾക്കാർക്ക് അങ്ങനെ നമ്മൾ അവിടെ എന്താണ് ചെയ്തത്, അവരെങ്ങനെയാണോ ഗെയിം കളിച്ചത്, അതല്ലാണ്ട കാര്യങ്ങൾ അവർ സ്പീച്ചിൽ പറയുമ്പോഴത്തേക്കും നമുക്കത് അനുകൂലിക്കാൻ പറ്റില്ല. പക്ഷെ അവരതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല വോട്ട് ചെയ്തത്. അവർക്ക് തോന്നും പോലെയാണ് വോട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് പറയുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടും ഇല്ല. അങ്ങനെ 6 പേര്, അനീഷ്, ഒനീൽ, സരിക, രേണു, റെന, ഷാരിക, ഇത്രയും പേരാണ് 6 പേര്. ആ ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കകം ടാസ്കിൻ്റെ രൂപേണ ഇവർ പുറത്താവും. ഇതെല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ ഇരിക്കുകയായിരുന്നു, കഴിഞ്ഞ് കിട്ടി ബിഗ് ബോസ്. അങ്ങനെ ഇനി നമുക്ക് എല്ലാ ആഴ്ചയിലുമുള്ള വീക്ക്ലി നോമിനേഷനിലേക്ക് പോവാം. വീക്ക്ലി നോമിനേഷനോ? അത് പിന്നെ കുഴപ്പമില്ല, ഈ 6 പേരെ അങ്ങ് ഇട്ടാൽ പോരെ. അപ്പം പിന്നെ അതിലും പൊക്കോളൂ ബാക്കിയുള്ളവർ. ഈ 6 പേരെയും നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല. അയ്യോ അപ്പം നമ്മളാ ബാക്കിയുള്ളവർ? അതെ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം.
നിങ്ങൾക്ക് 6 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നിങ്ങൾ നോമിനേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഷാനവാസിനെ അക്ബറിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, കാര്യം അവർ ഓൾറെഡി നോമിനേറ്റഡ് ആണ്. പിന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അത് പോട്ടെ, അതൊക്കെ പിന്നെ പറയാം. ആദ്യം നിങ്ങൾ നോമിനേഷൻ കഴിഞ്ഞ് വരൂ. അങ്ങനെ ശരത്ത് പോയിട്ട് ശൈത്യയ്ക്കും നിവീനും നോമിനേറ്റ് ചെയ്യാണ്. രേണു പോയിട്ട് ജിസേലിനും ശരത്തിനും ഒക്കെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും നോമിനേഷനിൽ വന്നു. ആകെക്കൂടെ വരാത്തത് അഭി മാത്രം ഉണ്ട്. അപ്പോൾ ഇതിനകത്തും ഒരു എന്താണ് മോശം രീതിയിൽ ഡബിൾ മീനിങ്ങിലൂടെ പെരുമാറിയെന്ന് ജിസേലിനെതിരെ ശൈത്യ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു. അത് പിന്നെ അവർ സോൾവ് ചെയ്തു കേട്ടോ. അങ്ങനെ ശൈത്യയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട്, 6 വോട്ട്. ശരത്തിന് 5 വോട്ട്, ബിന്നിക്കും നിവീനും അനുമോളിനും ജിസേലിനും 4 വോട്ട്, ആദിലിനും നൂറയ്ക്ക് 3 വോട്ട്, ആരിന് 3 വോട്ട്, ബിൻസിക്ക് 2 വോട്ട്, ഷാനവാസും അക്ബറും എൻ്റെ കൂടെ. അങ്ങനെ 11 പേര് നോമിനേറ്റഡായി. സന്തോഷമായി, തൃപ്തിയായി എന്ന് പറയുന്ന പോലെ. അത് കഴിഞ്ഞ് അഭിഷേക് അതിൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ ബിഗ് ബോസ് പറയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ശാരിക നമ്മുടെ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ കണ്ടിട്ടായിരിക്കും ഇങ്ങനെ നന്നത്. അതൊന്നുമല്ല, അതൊക്കെ ഓൾറെഡി ചാർട്ടഡാണ്. അവിടുത്തെ ടാസ്കുകളൊക്കെ ഓൾറെഡി ഡിസൈഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ബിന്നി രേണു ചേച്ചിക്ക് നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ അവർ. എനിക്ക് വയ്യ. രേണു ഭയങ്കര റിയലാണ് അതിനകത്ത്. രേണു അങ്ങനെ ഒരു നാടകം കളിക്കണമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളിക്കാരിക്ക് പറ്റത്തില്ല ഈ ഗെയിം. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. പിന്നെ പുള്ളിക്കാരി വലിയൊരു കണ്ടന്റ് മേക്കറാണ് സോഷ്യൽ മീഡിയയിൽ. പുള്ളിക്കാരിക്ക് അതേ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് ബിഗ് ബോസ് പുള്ളിക്കാരിക്ക് ഒരു ബാഡ് ഓപ്ഷൻ ആയിരുന്നെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം അത് പറ്റത്തില്ല. ഇവിടെ വന്ന് ഭയങ്കരമായിട്ടൊരു തുടക്കത്തിൽ രേണു വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു റഷ് ഉണ്ടായിരുന്നു. അതാണ് അവർക്ക് കിട്ടിയത്, ഹൈപ്പ്. അത് കിട്ടി. അല്ലാണ്ട് വേറെ ഒന്നുമായിട്ട് രേണുവിൻ്റെ സൈഡിൽ നിന്ന് ഒന്നും വന്നിട്ടില്ല. പുള്ളിക്കാർക്ക് പറ്റത്തുമില്ല. ഇവിടെ ഞാൻ പോണടി, എനിക്ക് വയ്യ, ഞാൻ ഈ തേയില വെള്ളത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് രേണു. ഇപ്പോൾ ജിസയിലും ശൈത്യം ഇവിടെ പറഞ്ഞ് സോൾവ് ചെയ്യാണ്. ഇപ്പോൾ ജിസയിൽ പറഞ്ഞു, ഞാൻ അതൊന്നും മീൻ ചെയ്തിട്ടല്ല പറഞ്ഞത്, നീയും ആനുവും അപ്പോൾ ആദിലെയും നൂറേയും പോലെ ജസ്റ്റ് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നിവിൻ ഇതൊക്കെ അവൾ എന്നെ എന്തൊക്കെ പറയും. അപ്പോൾ അഭി പറയണത് ജിസയിൽ വളരെ ഓപ്പൺ മൈൻഡഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അനു ശൈത്യയും എടി എനിക്കൊരു ഡ്രസ്സ് ഇടണോടി, പാവം തോന്നി കേട്ടോ, സത്യമായിട്ടും ഇടാ. എത്ര ദിവസമായി എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. നമുക്ക് ഇച്ചിരി ഒരുങ്ങി നിൽക്കാൻ തോന്നൂലേ. അപ്പോൾ എനിക്കൊരു ഡ്രസ്സ് ഇടണോടി, ഒരു പൊട്ടെങ്കിലും, ഒരു ലിപ്സ്റ്റിക്കെങ്കിലും. അപ്പോൾ ശൈത്യം ഞാനൊരു 9 ലിപ്സ്റ്റിക് ഷെയ്ഡ് കൊണ്ടുവന്നു, ഞാൻ 10-15 എണ്ണം കൊണ്ടുവന്നു. എത്ര പൈസയാവുന്ന അറിയാം ഇതിനൊക്കെ കൂടി, എത്ര പൈസ ചിലവായി. ഇതൊക്കെ ഇടാ, സമാനപ്പെടി, ഈ ആഴ്ച കിട്ടുമല്ല. ഓക്കെ, കിട്ടുമായിരിക്കും, പിന്നെ അല്ലാണ്ട് കിട്ടില്ലേ. പിന്നെ ഇങ്ങനെ 300 ദിവസം വരെ ഈ ഡ്രസ്സിൽ നിർത്തുമോ, എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞാണ് അക്ബറിൻ്റെയും ശരത്തിൻ്റെയും എപ്പോഴും പാളിപ്പോകുന്ന പ്ലാനിങ്. ബിൻസി ശാരിക ചേച്ചി മനസ്സിൽ വെക്കാതെ കളിക്കാനാണ് പറയണത്. നമ്മുടെ അനീഷിനെ നോക്കണ്ടെന്നാണ് പറയണത്. അപ്പോൾ അക്ബർ ഷാനവാസ് എൻ്റെ പൊന്നു എന്തൊരു ഫേക്കാണ്, നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നോക്കി. അപ്പോൾ ഈ വരുന്നവനുണ്ടല്ലോ നിവീൻ അപ്പോൾ നിവീൻ അവിടെ കൂടെ വന്ന് തക്കാളി മൊട്ടിക്കണം. ഈ വരണവനെ എനിക്ക് ഒട്ടും പിടിക്കണില്ല, അവന് എപ്പോൾ ഞാൻ കൊടുക്കും, അവൻ്റെ സ്വഭാവം അത്ര പിടി. അപ്പോൾ നിവീൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. നിവീൻ തക്കാളി എടുത്തുകൊണ്ട് ഓടയാണ് എങ്ങോട്ടേക്ക്, ബെഡ്റൂമിലേക്ക്. അപ്പോൾ അനു വാ തുറക്കടാ, എന്താടാ വാ തുറക്ക്, നോക്കുമ്പോൾ തക്കാളി, നാളെ കറി വെക്കാനുള്ള തക്കാളിയാണ്, നീ എടുത്ത് പോച്ചമുടി കിടക്കടാ എന്നൊക്കെ പറഞ്ഞ് പോച്ചമുടി കിടന്ന് അങ്ങനെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് BB+ഉം പ്രൊമോയും കൊണ്ടുവരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.